ഹായ് ഹലോ നമസ്കാരം. ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാചകമടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാകാത്തതുമായ ഒരു കാര്യം വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ എപ്പോഴും എൻ്റെ മൂത്ത മകൾ പറയുമായിരുന്നു ഈ ഒരു കറി ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പറയുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. ദീപിക പതുക്കോൺ ഇങ്ങനെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഇത് പറയണ്ടായിരുന്നു. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളെന്ന് പറയുന്നത് ചീസാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് പച്ചമുളകും പിന്നെ കുറച്ച് ഗാർലിക്കുമാണ് വേണ്ടത്, വെളുത്തുള്ളിയൊക്കെയാണ് വേണ്ടത്. പച്ചമുളകിൻ്റെ നടുക്കത്തുള്ള അരിയൊക്കെ നമ്മൾ മാറ്റണം. നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം നമ്മൾ ഇതിന് ചേർക്കാനുള്ളത്. അപ്പം ഞാൻ ഉപയോഗിച്ചത് 2 പച്ചമുളകാണ്, എങ്കിൽ പോലും നല്ല എരിവുണ്ടായിരുന്നു. അതിൻ്റെ നടുക്കുള്ള അരികളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് അരിഞ്ഞ് ഒരു പാനിലേക്ക് അടുപ്പ് കത്തിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ പാനിലേക്ക് കുറച്ച് എണ്ണ, അതായത് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത ശേഷം ഈ പറഞ്ഞ പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ വലുതായിട്ടൊന്നൊരു എന്താ പറയുക, ഇങ്ങനെ വഴണ്ട് വരണമെന്നൊന്നുമില്ല, ഒന്ന് വഴന്ന് വരണമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ കൈവശമുള്ള ചീസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് ചീസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ചുള്ള ചീസ് വേണം ഇടേണ്ടത് കേട്ടോ. കാരണം ഇതിട്ട് വരുമ്പോൾ കറി കുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി തന്നെ അത് നോക്കണം. ഇത് ഏതെങ്കിലും കറിയുമായിട്ട് താരതമ്യപ്പെടുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ഇതും ചോറും മാത്രം മതി, വേറൊരു ലെവൽ ഓഫ് ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇതെൻ്റെ കുറേ നാളായി ഇങ്ങനെ എൻ്റെ മോള് പറയുമായിരുന്നു, ചക്കര കുട്ടി പറയുമായിരുന്നു, അമ്മ ഇത് ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പോൾ ഈ സമയം കാലമൊക്കെ ഒത്തു വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന സമയമൊക്കെ വന്നത് ഇപ്പോഴൊക്കെയാണ്. അപ്പോൾ അതാണ് ചെയ്തത്. ഞാൻ 3 ചീസാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വെള്ളത്തിൽ കിടന്നൊന്ന് മെൽറ്റാവും. ഒന്ന് മെൽറ്റായിട്ടാണ് ഒന്ന് കുറുകി വരുന്നത്. അപ്പോൾ എരിവ് ധാരാളം ഇഷ്ടമുള്ളവരാണെങ്കിൽ, ചിലർക്ക് ഭയങ്കര എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളകും ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കുരുമുളക് ചേർത്തില്ല. എങ്കിൽ പോലും ഞാൻ ഈ തയ്യാറാക്കിയ ഈ ഒരു കറിക്ക് ഭയങ്കര എരിവായിരുന്നു കേട്ടോ. പച്ചമുളകിൻ്റെ നടുക്കത്തുള്ള അരിയൊക്കെ എടുത്ത് മാറ്റിയതാണ്, പക്ഷേ ഭയങ്കര എരിവായിരുന്നു. പക്ഷേ നല്ല സ്വാദാണ് കേട്ടോ. വൈറ്റ് റൈസിൻ്റെ കൂടെ ഇതും ചേർത്ത് കഴിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട, ഇതും ചോറും മാത്രം മതി. അത് കൂട്ടി തന്നെ നമ്മൾ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോഴേ ആ സ്വാദ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിക്കുമ്പോൾ നമുക്ക് തോന്നും, ഒരു സ്റ്റൂ പോലെയൊക്കെ നമുക്ക് തോന്നും, അങ്ങനെ കുറച്ച് നമുക്കങ്ങനെ തോന്നും. ശരിക്കും പറഞ്ഞാൽ തയ്യാറാക്കി തന്നെ നോക്കണം. നല്ല സൂപ്പർ കറിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ മനോഹരമായ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ബബീസ് ഓർബിറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ബബീസ് ഓർബിറ്റ് പുതിയ നല്ല വീഡിയോയിൽ വരാമേ. ബൈ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. സൂപ്പർ നല്ല അരിയുണ്ടല്ലേ. ആ അരി നമ്മൾ മാറ്റിയിട്ട് പോലും അല്ലേ, ക്രീമിയാണോ? നല്ല ക്രീമി അല്ലേ. കുറേ കാലം കൊണ്ട് പറയല്ലായിരുന്നോ ദീപിക പതുക്കോണിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞത് അല്ലേ. പച്ചമുളകും ചീസും വെച്ചിട്ടുള്ള നല്ലൊരു സംഭവം തന്നെ അല്ലേ. സൂപ്പർ. അപ്പോൾ കഴിക്കോ, ആസ്വദിച്ച് കഴിച്ചോളൂ.